വെൽക്കം ടു PSC സ്റ്റുഡിയോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ ചാപ്റ്ററാണ്, നമ്മുടെ ഗവൺമെൻറ്. ആദ്യം തന്നെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്? നമ്മുടെ പാർലമെൻറ്റ് മന്ദിരമാണല്ലേ, അതായത് നമ്മുടെ നിയമനിർമ്മാണ വിഭാഗമാണ്. ഓക്കെ, നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത് എവിടെയാണ്? പാർലമെൻറ്റിലാണ്. ഓക്കെ, പിന്നെ എന്താണ്? രണ്ടാമത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ കൊടുത്തിട്ടുണ്ട്, അതായത് രാഷ്ട്രപതി താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ മൂന്നാമത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സുപ്രീം കോടതിയാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെൻറ്റിന് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 ഘടകങ്ങൾ ഉണ്ട്. നിയമനിർമ്മാണ വിഭാഗം എന്താണ്? നമ്മുടെ പാർലമെൻറ്റ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥരും പ്രസിഡൻറ്റും അതൊക്കെ വരുന്നത് എക്സിക്യൂട്ടീവ് എന്ന് പറയും. നീതിന്യായ വിഭാഗം എന്താണ്? നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ കോടതികളൊക്കെ വരുന്ന ഭാഗമാണ്. ഇനി ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് നിയമനിർമ്മാണ വിഭാഗങ്ങൾ എന്താണ്? നിയമങ്ങൾ നിർമ്മിക്കുന്നു. കാര്യനിർവഹണ വിഭാഗം നിയമങ്ങൾ എന്ത് ചെയ്യുന്നു? നടപ്പാക്കുന്നു. നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നു. ഓക്കെ, ഇനി ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങൾ നൽകിയിരിക്കുന്ന ചാർട്ടിൻ്റെ സഹായത്തോടെ വിശകലനം ചെയ്യുക. ഇനി ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഗവൺമെൻറ് നിയമനിർമ്മാണ വിഭാഗം, അതിനകത്ത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, ഇനി നീതിന്യായ വിഭാഗത്തിൽ നമ്മുടെ സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എല്ലാം വരും. ആദ്യം നമുക്ക് നിയമനിർമ്മാണ വിഭാഗം നോക്കാം. ലെജിസ്ലേച്ചർ ഇൻ ഇന്ത്യ, ലെജിസ്ലേച്ചർ, ഇതിനെ എക്സിക്യൂട്ടീവ് എന്ന് പറയും. രണ്ടാമത്തതിനെ പിന്നെ മൂന്നാമത്തെ വിഭാഗം, അതായത് നീതിന്യായ വിഭാഗം എന്താണ്? ജുഡീഷ്യറി എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ വിഭാഗം നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതിയും ലോക്സഭയും രാജ്യസഭ എന്നീ 2 സഭകളും ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യയിലെ പാർലമെൻറ്റ്. രാജ്യസഭയെ എന്നും ലോക്സഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. രാജ്യസഭ ഉപരിസഭയെന്നും ലോകസഭ അധോസഭയെന്നും അറിയപ്പെടുന്നു. 2 സഭകൾ ഉള്ളതിനാൽ ഇതിനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം നമ്മുടെ ഇന്ത്യയിൽ എന്താണ്? പാർലമെൻറ്റ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. അധോസഭയാണ് ലോക്സഭ. 2 സഭയുള്ളതുകൊണ്ട് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നു. എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടി പറയാം. എന്താണ് ഈ ഒരു ആശയം? നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ബ്രിട്ടനിൽ നിന്നാണ് ദ്വിമണ്ഡല സഭ എന്ന് പറയുന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. ഉപരിസഭയ്ക്കായിരിക്കും എന്താണ് ഇമ്പോർട്ടൻസ് കൂടുതലെന്നും കൂടി ഓർക്കുക. ഓക്കെ, അധികാരം കൂടുതൽ ഉപരിസഭയ്ക്കായിരിക്കും. പിന്നെ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ആശയം എടുത്തിട്ടുള്ളത് അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. അതുപോലെ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ എടുത്തിട്ടുള്ളതും അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. പിന്നെ പാർലമെൻ്ററി സിസ്റ്റം എടുത്തിട്ടുള്ളതും ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ്. ദ്വിമണ്ഡല സഭയും പാർലമെൻറ്റ് എന്ന് പറയുന്ന സിസ്റ്റവും. ഓക്കെ, ഇനി രാജ്യസഭ തെരഞ്ഞെടുക്കപ്പെട്ട 238 അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ. എന്താ പറഞ്ഞു? എന്താണ് അയർലൻഡിൽ നിന്നാണ് ഈ ഒരു ആശയം കടമെടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ, പിന്നെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ, ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. ലോക്സഭ ജനങ്ങൾ നേരിട്ട് 534 തിരഞ്ഞെടുക്കുന്ന 534 അംഗങ്ങൾ. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങൾ. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങൾ ജനപ്രതിനിധി സഭ എന്ന് അറിയപ്പെടുന്നു. 5 വർഷമാണ് കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. ഓക്കെ, അപ്പോൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 238 അംഗങ്ങളാണ്. ഓക്കെ, അതുപോലെ ലോക്സഭയിലേക്ക് വരുമ്പം 543 ഓക്കെ, അവിടെ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 12 അംഗങ്ങളാണെങ്കിൽ ഇവിടെ എന്ന് പറയുമ്പോൾ 2 അംഗങ്ങളാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു.
അതൊരു സ്ഥിരം സഭയാണ്. എന്താണ് ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നതാണ് ലോകസഭ. എന്താണ് അതിന് സ്ഥിരം സഭയല്ല, 5 വർഷമേ ഇത് കാലാവധിയുള്ളൂ. അതായത് കാലാവധി ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധിയില്ല, അതിനെന്താണ് ഒരു സ്ഥിരം സഭയാണ്, പെർമനൻ്റ് ആണ്. പിന്നെ ഇവിടെ എന്താണ് ഉപരാഷ്ട്രപതിയാണ് അല്ലേ സ്പീക്കർ, അല്ലെങ്കിൽ സ്പീക്കറല്ല ചെയർമാൻ എന്ന് പറയുന്നത്, അധ്യക്ഷത വഹിക്കുന്നത്. ഇവിടെ സ്പീക്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്, ലോക്സഭ സ്പീക്കർ. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. രാഷ്ട്രപതി പാർലമെൻറ്റ് അംഗമല്ല, എന്നാൽ എന്താണ് അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗം ആകുന്നത്. പാർലമെൻറ്റിൻ്റെ ചുമതലകൾ. നിയമനിർമ്മാണമാണ് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെൻറ്റിന് 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിൻ്റെ കരട് രൂപമാണ് ബില്ല്. ഒരു സാധാരണ ബില്ല് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും വിളിക്കാം. 2 സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ ഒരു ബില്ലെടുത്തു. ബില്ല് ഒന്നാം സഭ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന കഴിയും. എന്നിട്ടെന്താണ് രണ്ടാമത്തെ സഭയിലേക്ക് വിട്ടു. രണ്ടാമത്തെ സഭ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയിലേക്ക് പോയിട്ട് പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം കിട്ടണം. ഒരു ബില്ല് നിയമമാകുന്നതിന് വിവിധ ഘട്ടങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാം വായന ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായന ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായന എന്താണ് ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. നമുക്ക് ആദ്യം ഇത്രയൊന്ന് നോക്കിയിട്ട് വരാം. ഇത് പറഞ്ഞായിരുന്നു അല്ലേ. ഇനി രാജ്യസഭ ലോക്സഭ നമ്മൾ നോക്കി. ഇനി രാഷ്ട്രപതി എന്താണ് പാർലമെൻറ്റിൻ്റെ അംഗമല്ല, പക്ഷേ എന്താണ് പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പാർലമെൻറ്റിൽ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നത്, അതുപോലെ സംയുക്ത സമ്മേളനം, അതായത് എന്താണ് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത്, ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത്, ഇതെല്ലാം ചെയ്യുന്ന ആരാണ് രാഷ്ട്രപതിയാണ്. അതുകൊണ്ടാണ് രാഷ്ട്രപതി എന്തിൻ്റെയാണ് പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് പറയുന്നത്. ഇനി പാർലമെൻറ്റിൻ്റെ ചുമതലകളിലേക്ക് പോയാൽ മെയിനായിട്ട് നിയമനിർമ്മാണമാണ് മെയിൻ ചുമതല എന്ന് പറയുന്നത്. ഓക്കെ, അതിന് 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ് നിയമനിർമ്മാണത്തിന്. ഓക്കെ, അതായത് ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ എന്താണ് സമ്മേളനം കൂടിയാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പം എന്താണ് ബില്ലെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നിയമത്തിൻ്റെ കരട് രൂപത്തെയാണ് ബില്ലെന്ന് പറയുന്നത്. ഒരു നിയമത്തിൻ്റെ കരട് രൂപമാണ്. ഓക്കെ, ഈ ഒരു ബില്ല് സാധാരണ ബില്ല് എന്താണ് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിൽ വേണേലും അവതരിപ്പിക്കാം. മണി ബില്ലാണെങ്കിലാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെയാണ് നമുക്ക് നോക്കാം, ഇനി വരുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഏത് സഭയിൽ വേണേലും സാധാരണ ബില്ല് അവതരിപ്പിക്കാം. അപ്പോൾ ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭ എന്തെന്ന് പറയും ഒന്നാം സഭ, രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ രണ്ടാം സഭ എന്ന് പറയും. ഇപ്പോൾ ഒന്നാം സഭയിൽ ഒരു എന്താണ് ഒന്നാം വായന ആദ്യം വായിക്കുക, എന്താണ് ജസ്റ്റ് ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ എന്താ ബില്ലിലുള്ള എന്താണ് ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ ചെയ്യാം, അല്ലെ മാറ്റം വരുത്തുകയോ ചെയ്യാം, അല്ലെ മൊത്തത്തിൽ എന്താ അതിനെ റിജക്റ്റ് ചെയ്യാം. എന്ത് വേണമെങ്കിലും രണ്ടാം സഭയിൽ സംഭവിക്കാം, അല്ലെ രണ്ടാം വായനയിൽ സംഭവിക്കാം. മൂന്നാം വായന എന്താണ് അത് ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ അല്ലെങ്കിൽ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നുകിൽ മൊത്തമായിട്ട് പാസ്സാക്കും, അല്ലെങ്കിൽ എന്താണ് അത് റിജക്റ്റ് ആവും. അതാണ് ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭ അധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായിട്ട് മാറുന്നു. ഓക്കെ, നമ്മൾ 3 വായന കഴിഞ്ഞു ആദ്യത്തെ സഭയിൽ. എന്നിട്ട് എന്താണ്
ആ ഒരു സഭയുടെ അധ്യക്ഷനുണ്ടല്ലോ. ഇപ്പോൾ രാജ്യസഭയാണെങ്കിൽ എന്താണ് നമ്മുടെ വൈസ് പ്രസിഡൻറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ ലോക്സഭയാണെങ്കിൽ ലോക്സഭാ സ്പീക്കർ, ഇവരുടെ അംഗീകാരത്തോടു കൂടി അടുത്ത സഭയിലേക്ക് പോകുന്നു ആ ബില്ല്. എന്നിട്ട് എന്താണ് അവിടെ 3 ഘട്ടങ്ങൾ, 1-ാം വായന, 2-ാം വായന, 3-ാം വായന കഴിയുന്നു. അതിനുശേഷം ആർക്ക് കൊടുക്കുന്നു? ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്നു. അദ്ദേഹം ഒപ്പുവയ്ക്കുകയാണെങ്കിൽ എന്താണ് ആ ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെയാണ്. 2 സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. അപ്പോൾ ഈ ഒരു ബില്ലിനെ സംബന്ധിച്ച് 2 സഭകൾ, അതായത് രാജ്യസഭയും ലോക്സഭയും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കും. ഓക്കെ, അപ്പം ഈ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ് വിളിച്ചു ചേർക്കുന്നത്. അതുപോലെ ആരായിരിക്കും അധ്യക്ഷൻ? ലോക്സഭാ സ്പീക്കറായിരിക്കും ആ ഒരു സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണ സമ്മേളിക്കുന്നു. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളനങ്ങളെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് സമ്മേളിക്കുമ്പോൾ എന്താണ്, ഇന്ത്യൻ പാർലമെൻറ്റ് മൊത്തം 3 തവണയാണ് സമ്മേളിക്കുന്നത്. അതായത് വർഷകാല സമ്മേളനമുണ്ട്, ശീതകാല സമ്മേളനമുണ്ട്, വേനൽക്കാല സമ്മേളനമുണ്ട്. വർഷകാലം, ശീതകാലം, വേനൽക്കാല സമ്മേളനം. അതായത് 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള, അതായത് ബ്രേക്ക് ഉണ്ടാവരുതെന്നും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ രാജ്യസഭ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ടെന്നും കൂടി ഓർക്കുക. ഇനി ചോദ്യോത്തരവേള. പാർലമെൻറ്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തരവേളയിലൂടെയാണ്. എല്ലാ ദിവസവും 11 മണിക്ക് സമ്മേളനം ആരംഭിക്കും. തുടർന്നുള്ള 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് അതത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മറുപടി നൽകും. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ചോദ്യോത്തരവേള എന്ന് പറയുന്നത് ചോദ്യോത്തരവേളയിലായിരിക്കും ഒരു പാർലമെൻറ്റ് ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്. എന്ത് ടൈപ്പ് ചോദ്യോത്തരങ്ങളാണ്? അതായത് ഭരണപരമായ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടും അംഗങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇപ്പം ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമനാണ് അല്ലേ? അപ്പം അതിൻ്റെ ഉത്തരം കൊടുക്കേണ്ടത് നിർമ്മല സീതാരാമനാണ്. അതായത് ചോദ്യം ഉന്നയിക്കുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ചാണോ അതത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ വേണം മറുപടി നൽകാൻ. ഓക്കെ, എല്ലാ ദിവസവും 11 മണിക്കായിരിക്കും പാർലമെൻറ്റിൻ്റെ സമ്മേളനം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യോത്തരവേള നോക്കി. അടുത്തത് ശൂന്യവേള. 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. ഈ 11 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു, 1 മണിക്കൂറല്ലേ, 12 മണിക്ക് അവസാനിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു. സമയം 12 മണിയാകുന്നതിനാലാണ് ഈ പേരിൽ അറിയപ്പെടുന്നത്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വയ്ക്കുന്നത് ഈ സമയത്തായിരിക്കും. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാകും. അപ്പോൾ ശൂന്യവേള എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു അജണ്ട, എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാകും ഓരോ സമ്മേളനത്തിനും അല്ലേ? ആ ഒരു അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ഒരു ചെറിയ സമയമാണ്, ഒരു 5 മുതൽ 15 മിനിറ്റ് വരെയൊക്കെയുള്ള ഒരു ചെറിയ സമയമാണ് ശൂന്യവേള എന്ന് പറയുന്നത്. 12 മണിക്ക് ചോദ്യോത്തരവേള അവസാനിക്കും. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് ശൂന്യവേള ആരംഭിക്കും അല്ലേ? അപ്പോൾ 12 മണി ആകുന്നതിനാലാണ് ഇതിനെ ശൂന്യവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ശൂന്യവേളയിൽ എന്തൊക്കെയാണ് പരിഗണിക്കുന്നത്? അടിയന്തര പ്രമേയം, അതുപോലെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ഈ ഒരു സമയത്തായിരിക്കും. അടിയന്തര പ്രമേയം, അതുപോലെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമൊക്കെ ആയിരിക്കും വരുന്നത്.
ഇനി മണി ബിൽ അല്ലെങ്കിൽ ധനബില്ല് സാധാരണ നിയമനിർമ്മാണത്തിന് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമം അല്ല ധനബില്ലിനുള്ളത്. എന്താണ് ഒരു ധനബില്ല്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബിൽ അല്ലെങ്കിൽ മണി ബില്ല്. ഒരു ധനബില്ല് ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ ഭരണഘടന അനുശാസിക്കുന്നു. ലോക്സഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലഭിച്ച 14 ദിവസങ്ങൾക്കകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് തിരിച്ചയക്കേണ്ടതാണ്. ലോക്സഭ രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നോക്കാം. എന്താണ് ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് എന്ന് പറഞ്ഞേക്കുന്നത്? എന്താണ്? നമ്മുടെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് ധനബില്ല്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ലാണ്. ഓക്കെ, ലോക്സഭയിൽ മാത്രമായിരിക്കും ആദ്യം അവതരിപ്പിക്കുന്നത്. ഓക്കെ, ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ് അല്ലേ? അപ്പോൾ സ്പീക്കറിൻ്റെ സാക്ഷ്യപത്രത്തോടെ ഇതെങ്ങോട്ട് പോകും? രാജ്യസഭയിലേക്ക് പോകും. അത് കഴിഞ്ഞ് 14 ദിവസത്തിനുള്ളിൽ എന്താണ് രാജ്യസഭ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, അതായത് ധനബില്ല് അവിടെ അവതരിപ്പിക്കുമല്ലോ, അത് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ ലോക്സഭയിലേക്ക് അയക്കും. ഓക്കെ, ആ കിട്ടുന്ന നിർദ്ദേശങ്ങൾ ലോക്സഭയ്ക്ക് വേണേൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ നിരസിക്കാം. അത് ലോക്സഭയുടെ ഇഷ്ടം. അതാണ് ധനബിൽ എന്ന് പറയുന്നത്. ഇനി പാർലമെൻറ്റിൻ്റെ മറ്റ് ചുമതലകൾ. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. ഓക്കെ, നമ്മുടെ എന്താണ് ലെജിസ്ലേറ്റീവിനെയാണോ? അല്ല, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കൽ. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. തെരഞ്ഞെടുപ്പ് ചുമതല, അതുപോലെ ഭരണഘടന ഭേദഗതി പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ വരുന്നതാണ്. എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, അതായത് ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. എങ്ങനെയാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നത്? ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. ഇനി തെരഞ്ഞെടുപ്പ് ചുമതല. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ്. ഭരണഘടനാ ഭേദഗതി, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായി മാറ്റം വരുത്തൽ. ഓക്കെ, ഇതൊക്കെയാണ് പാർലമെൻറ്റിൻ്റെ മറ്റ് ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സ്റ്റേറ്റ് നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ എന്ന് പറയും. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ഇവയാണ്. ഇന്ത്യയിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ വിഭാഗത്തിന് ഒരു സഭ മാത്രമേ ഉള്ളൂ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയെ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയെന്നും വിളിക്കുന്നു. ചുരുക്കം ചില സംസ്ഥാനങ്ങൾക്ക് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. ഓക്കെ, എന്താണ്? സംസ്ഥാന ഗവൺമെൻറ് പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്ന ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണല്ലേ. ഏക മണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്. അതെന്താണ്? ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുണ്ട്, 2 സഭകളുള്ളത്. ഇപ്പം എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ് ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അതോ സഭയെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭയെന്നും ഉപരിസഭയെ നിയമസമിതി അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നും വിളിക്കുന്നു. നമ്മളെപ്പോലെ തന്നെ എന്താണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട് നമുക്കല്ലേ. അതായത് നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ, നിയമസഭയേ ഉള്ളൂ. പക്ഷേ ദ്വിമണ്ഡല സഭയുള്ളവർക്ക് നിയമസമിതിയുണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലുണ്ട്, കൗൺസിലുണ്ട്. അതായത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുള്ള സംസ്ഥാനങ്ങളാണ് എന്താണ്? ബീഹാറുണ്ട്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പിന്നെ ജമ്മു കാശ്മീർ. നമ്മുടെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകയുണ്ട്, നമ്മുടെ അടുത്തുള്ളവരല്ലേ. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക. പിന്നെ എന്താണ്? കുറച്ചുകൂടെ മേലോട്ട് പോകുമ്പോൾ ബീഹാറുണ്ട്, ഉത്തർപ്രദേശുണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഉത്തർപ്രദേശുണ്ട്, ബീഹാറുണ്ട്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരും ഉണ്ടെന്ന് ഓർക്കുക. അടുത്തത് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്.
കുറച്ച് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. പാചകവാതക സബ്സിഡിക്ക് ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പ്രവാസി വോട്ടിന് കേന്ദ്ര അനുമതി. ഭക്ഷ്യസുരക്ഷാ ബില്ല് നടപ്പാക്കുന്നത് വൈകും. ഈ വർഷം മുതൽ ആദർശ് ഗ്രാമം പദ്ധതി നടപ്പിലാക്കും. മുകളിൽ തന്നിരിക്കുന്ന വാർത്തകൾ വായിച്ചല്ലോ. ഇവയൊക്കെ ദൈനംദിന ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ആരാണ്? നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നു. നിയമങ്ങൾ നടപ്പിലാക്കുകയും അതുപോലെ ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമാണ് ഉള്ളത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിയും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെ രാഷ്ട്രീയ കാര്യ നിർവഹണ വിഭാഗം എന്ന് പറയുന്നു, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. എന്നാൽ ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരാണ്. ഇവരെന്താണ്? സ്ഥിര കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവ് ആണ്. വിരമിക്കുന്നവരെ ഇവർ സർവീസിൽ തുടരും. ഓക്കെ, അപ്പോൾ എന്താണ്? കാര്യനിർവഹണ വിഭാഗം ഇന്ത്യയിൽ 2 തരത്തിലാണ്. ഓക്കെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അതുപോലെ പെർമനന്റ് സ്ഥിര കാര്യനിർവഹണ വിഭാഗമുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ആണ് നമ്മുടെ രാഷ്ട്രപതി, മന്ത്രിമാർ എല്ലാം വരുന്നത്. ഓക്കെ, ഉദ്യോഗസ്ഥരാണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവിൽ വരുന്നത്. കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും ഉണ്ടല്ലോ. ഓക്കെ, അതും കൂടി ഓർക്കുക. ഇനെന്താണ്? രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രസിഡന്റ്. ചിത്രത്തിൽ കാണുന്നത് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാണ്. ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇപ്പോഴത്തെ ആരാണ്? ദ്രൗപദി മുർമു ആണ് അല്ലേ. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവനാണ് രാഷ്ട്രപതി. 5 വർഷ കാലയളവിലേക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശമനുസരിച്ചിട്ടാണ് അദ്ദേഹം ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ: ഇന്ത്യൻ പൗരൻ ആയിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്താണ്? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു. പാർലമെൻറ്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ, ദയാ ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നോക്കാം. അപ്പോൾ രാഷ്ട്രപതിയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇപ്പോഴത്തെ ആരാണ്? ദ്രൗപദി മുർമു ആണെന്ന് നമുക്കറിയാം. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാഷ്ട്രപതിയാണ്. അദ്ദേഹത്തിൻ്റെ കാലയളവ് 5 വർഷത്തെ കാലയളവായിരിക്കും. അപ്പോൾ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജാണ്. ഇലക്ട്രൽ കോളേജിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്, രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്, സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണുള്ളത്. ഓക്കെ, അതായത് നോമിനേറ്റ് ചെയ്ത ആരും തന്നെ ഇതിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരിക്കണം. കേന്ദ്ര ഗവൺമെൻറ് എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അപ്പം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചുമതലകളൊക്കെ നിർവഹിക്കുന്നത്. എന്തൊക്കെയാണ് ആ ചുമതലകൾ? പ്രധാനമന്ത്രി മറ്റ് മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും നിയമിക്കൽ, പിന്നെ മറ്റ് ജഡ്ജിമാരെ നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു, പാർലമെൻറ്റ് പാസാക്കിയ നിയമങ്ങൾക്ക് അംഗീകാരം നൽകുന്നു, നിയമങ്ങളല്ല ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നു, അപ്പോഴാണല്ലോ നിയമമാകുന്നത്. ഓക്കെ, പിന്നെ ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ.
ഇനി ഉപരാഷ്ട്രപതി. ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതി. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ കൂടാതെ ഉപരാഷ്ട്രപതിയുമുണ്ട്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതും ഒരു ഇലക്ട്രൽ കോളേജാണ്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ ഈ ഇലക്ട്രൽ കോളേജിൽ അംഗങ്ങളായിരിക്കും. അതായത് സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ അംഗങ്ങൾ ഇതിലില്ല. 5 വർഷക്കാലത്തേക്കാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ചുമതലകൾ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുക. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. ഇതൊക്കെയാണ് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. ഇനി കേന്ദ്രമന്ത്രിസഭ. യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്രമന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. നമുക്ക് നോക്കാം. പ്രധാനമന്ത്രിയുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. അപ്പോൾ വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്. പിന്നെ സഹമന്ത്രിമാരുണ്ട്. ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സഹമന്ത്രിമാരുണ്ട്. പിന്നീട് ഉപമന്ത്രിമാരുണ്ട്. വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ മറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നവരാണ് ഉപമന്ത്രിമാർ എന്ന് പറയുന്നത്. ഇത്രയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, സഹമന്ത്രിമാരുണ്ട്, ഉപമന്ത്രിമാരുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ക്യാബിനറ്റ് മന്ത്രിമാർ വകുപ്പുകളുടെ ചുമതലയൊക്കെ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ സഹമന്ത്രിമാരുണ്ട് ഈ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. ഉപമന്ത്രിമാർ മറ്റു മന്ത്രിമാരില്ല, സഹമന്ത്രിമാർ ഇവരെ സഹായിക്കുന്നു. ഇനി പ്രധാനമന്ത്രിയുടെ ചുമതലകൾ, ഫങ്ഷൻസ്. ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണല്ലേ. ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളുമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളിലും നിർണായക സ്വാധീനം അദ്ദേഹത്തിന് ഉണ്ടാകും. പ്രധാനമന്ത്രിയുടെ പ്രധാന ചുമതലകൾ നോക്കാം. ലോക്സഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷം വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള, രാജ്യസഭയല്ല ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെ മുന്നണിയുടെ നേതാവായിരിക്കും. രാഷ്ട്രീയ കക്ഷിയുടെയോ അല്ലെങ്കിൽ മുന്നണിയുടെ നേതാവായിരിക്കും പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിക്ക് അതിവിപുലമായ അധികാരങ്ങളും ചുമതലകളുമൊക്കെ ഉണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എല്ലാ തീരുമാനങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രിയാണ്. ഇനി മെയിനായിട്ടുള്ള ചുമതലകൾ എന്ന് പറയുന്നത് ലോക്സഭയുടെ നേതാവായിട്ട് പ്രവർത്തിക്കുന്നു. ലോക്സഭയുടെ നേതാവാണ്. ക്യാബിനറ്റ് മീറ്റിങ്ങുകളിൽ അധ്യക്ഷത വഹിക്കുന്നു. മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. മന്ത്രിസഭാ തീരുമാനങ്ങൾ ആരെ അറിയിക്കുന്നു? രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഇനി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? ഗവർണറാണ്. മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭ സംസ്ഥാനങ്ങളിൽ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ സംസ്ഥാന തല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ എന്ന് പറയുന്ന ആരാണ്? അത് മുഖ്യമന്ത്രിയല്ല, തലവൻ ഗവർണറാണ്. പിന്നെ മുഖ്യമന്ത്രി തലവനായിട്ടുള്ളൊരു മന്ത്രിസഭ കാണും എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലേ. അവരാണ് യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ആരാണ്? അത് നമ്മുടെ ഗവർണറാണ്. ഇനി നീതിന്യായ വിഭാഗം. രാജ്യത്ത് വ്യക്തികളും ഗവൺമെൻറ്റും തമ്മിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലും സംസ്ഥാനങ്ങൾ തമ്മിലും വിവിധ വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. ഇന്ത്യയിൽ നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന ഡയഗ്രത്തിൽ നിന്ന് പരിചയപ്പെടൂ. സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോടതി, ഇന്ത്യൻ മുഴുവൻ അധികാരപരിധി. ഹൈക്കോടതികൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. ജില്ലാ കോടതികൾ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നു.
എന്താണ് നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി പറഞ്ഞിട്ടുണ്ട്. എന്താണ് തർക്കങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. ചിലപ്പം രാജ്യത്തെ വ്യക്തികൾ തമ്മിൽ തർക്കങ്ങളുണ്ടാവാം, ഗവൺമെൻറ്റും വ്യക്തികളും തമ്മിലുണ്ടാവാം, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും തമ്മിലുണ്ടാവാം, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാവാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ തമ്മിൽ തർക്കങ്ങളുണ്ടാവും. ഇതിൽ തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. ഓക്കെ, ഇതിൽ അതുപോലെ നിയമനിർമ്മാണ വിഭാഗം പാസ്സാക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, അത് വ്യാഖ്യാനിക്കുന്നതും ആരാണ്? നീതിന്യായ വിഭാഗമായിരിക്കും. അപ്പോൾ ഏറ്റവും വലുത് സുപ്രീം കോടതിയാണ്. നമ്മുടെ ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുണ്ട്. ഓക്കെ, രാജ്യത്തെ പരമോന്നത കോടതിയാണ്. അതുപോലെ ഹൈക്കോടതികൾ ഓരോ സംസ്ഥാനത്തിനുമായിരിക്കും അധികാരപരിധി. ജില്ലാ കോടതികൾ ഉണ്ട്. അപ്പോൾ ജില്ലകളിലുണ്ടാകുന്ന കേസുകളൊക്കെ നോക്കുന്നു. അതുപോലെ സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, അതുപോലെ മജിസ്ട്രേറ്റ് കോടതികളൊക്കെ ഉണ്ട്. അത് താലൂക്ക് തലത്തിലുള്ള കേസുകളൊക്കെ ആയിരിക്കും പരിശോധിക്കുന്നത്. ഇനി ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം. സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിലെ ചീഫ് ജസ്റ്റിസും 30 ജഡ്ജിമാരുമാണ് സുപ്രീം കോടതിയിലുള്ളത്. രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ: മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിലുണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, ഇതൊക്കെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് H.J. കനിയ. H.J. കനിയാണ് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. എന്താണ്? H.J. കനിയാണ്. അപ്പം എന്താണ് സുപ്രീം കോടതിയെ പറ്റി പറയുമ്പം എന്താണ്? രാജ്യത്തെ പരമോന്നത കോടതിയാണല്ലേ സുപ്രീം കോടതി. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ടെന്ന് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് ഉണ്ട്, അതുപോലെ മറ്റ് ജഡ്ജിമാരുമെല്ലാം ഉണ്ട്. നിലവിൽ എത്രയാണ്? 30 അല്ല 34 എന്താണ് ജഡ്ജിമാരാണ് ഉള്ളത്. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്രയാണ്? 34 ജഡ്ജിമാരാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലുള്ളത്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു H.J. കനിയ. H.J. കനിയയാണ്, ഓർക്കണേ. പിന്നെ പരിഗണിക്കുന്ന കേസുകൾ എന്താണ്? ഇപ്പോൾ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ വന്നാൽ, അതുപോലെ ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായിട്ടുള്ള കേസുകൾ വന്നാൽ, പിന്നെ എന്താണ്? തർക്കങ്ങൾ. ആരൊക്കെ തമ്മിലുള്ള തർക്കങ്ങളാണ്? കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും, പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ ഈ തർക്കങ്ങളൊക്കെ വന്നാൽ എന്താണ്? കേസുകൾ പരിഗണിക്കും. അതുപോലെ സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, ഇതൊക്കെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത്. ഇനി ഹൈക്കോടതി. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. രാഷ്ട്രപതി നിയമിക്കുന്ന ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും ഹൈക്കോടതിയിൽ ഉണ്ടായിരിക്കും. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിയുടെ അധികാരങ്ങൾ: മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ, ഇതൊക്കെയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകളൊക്കെ പരിശോധിക്കുന്നത് ആരാണ്? ഹൈക്കോടതികളായിരിക്കും. ഓക്കെ, ഇവിടുത്തെ ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും ഒക്കെ എന്താണ് മേൽനോട്ടം വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഹൈക്കോടതിയാണ്. അപ്പോൾ മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, അതുപോലെ സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, അതുപോലെ എന്താണ്? സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, അതിനെ വ്യാഖ്യാനിക്കലൊക്കെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. ഇനി കീഴ്ക്കോടതികൾ. ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം കീഴ്ക്കോടതികൾക്കുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 3 ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ 3 ഘടകങ്ങളെ അതെന്താ? പിള്ളേർക്കുള്ള വർക്കാണ്. അപ്പോൾ നോക്കാം. കീഴ്ക്കോടതികൾ എന്താണ്? ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ, മുൻസിഫ് കോടതികളെല്ലാം കൂടി ചേരുന്ന. അപ്പോൾ സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരമുള്ളത് ആർക്കാണ്? അത് നമ്മുടെ കീഴ്ക്കോടതികൾക്കാണ്. ഓക്കെ, പിന്നെ അപ്പോൾ താലൂക്ക് തലത്തിലുള്ള കേസുകളൊക്കെ പരിശോധിക്കുന്നത് ആരാണ്? ജില്ലയിലുണ്ടാകുന്ന കേസുകളാണ് ജില്ലാ കോടതികൾ. താലൂക്ക് തലത്തിലാണെങ്കിലാണ് നമ്മൾ മുമ്പേ പറഞ്ഞു സബ് കോടതി, മുൻസിഫ് കോടതി, മജിസ്ട്രേറ്റ് കോടതികൾ പരിശോധിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ സിവിൽ കേസുകളിലും അതുപോലെ ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് കീഴ്ക്കോടതിയാണ് കേട്ടോ. ഇനി ലോക് അദാലത്ത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ഇത്. കക്ഷികൾക്ക് താൽപ്പര്യമാണെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിനും ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും തീർപ്പിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, പിന്നെ കാലതാമസം ഒഴിവാക്കുക എന്നിവയാണ് ലോക് അദാലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ട് അധികം പണച്ചെലവൊന്നുമില്ലാതെ നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പ്രധാനപ്പെട്ടവയാണ് ലോക് അദാലത്ത് എന്ന് പറയുന്നത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്ത് എന്ന് പറഞ്ഞാൽ. സന്നദ്ധ സ്വഭാവമുള്ളൊരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത്. ഇപ്പം കക്ഷികൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം കേസ് തീർപ്പാക്കാം. അതുപോലെ കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയൊക്കെ ആയിരിക്കും ഇവിടെ കേസ് തീർപ്പാക്കുന്നത്. ഓക്കെ. ഇതിൻ്റെ എയിം കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, അതുപോലെ കാലതാമസം ഒഴിവാക്കുക. ഇതാണ്. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? 8ാം ക്ലാസ്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. നമ്മുടെ ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. നിയമനിർമ്മാണ വിഭാഗമുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ. അതുപോലെ നിയമനിർമ്മാണ വിഭാഗത്തിൽ നമ്മൾ നോക്കിയപ്പം രാജ്യസഭ നോക്കി, അതുപോലെ ലോക്സഭ നോക്കി, രാഷ്ട്രപതിയെ പറ്റി നോക്കി, അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നോക്കി, ഉപരാഷ്ട്രപതിയുടെ കാര്യം പറഞ്ഞിരുന്നു. പിന്നെ പാർലമെൻറ്റിൻ്റെ ചുമതലകൾ നോക്കി, പാർലമെൻറ്റ് സമ്മേളനങ്ങളെപ്പറ്റി നോക്കി, പിന്നെ എങ്ങനെയാണ് ഒരു ബില്ല് നിയമമാവുന്നത് നോക്കിയായിരുന്നു. ചോദ്യോത്തരവേള, ശൂന്യവേള ഇതൊക്കെ നോക്കിയല്ലേ. പിന്നെ കാര്യനിർവഹണ വിഭാഗത്തിലേക്ക് വരുമ്പം നമ്മൾ പ്രധാനമന്ത്രിനെയും കേന്ദ്ര മന്ത്രിസഭേനെയും അതുപോലെ അതൊക്കെ നോക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ ചുമതലകളൊക്കെ നോക്കിയിരുന്നു അല്ലേ. പിന്നെ നമ്മൾ നീതിന്യായ വിഭാഗത്തിലേക്ക് വന്നപ്പോൾ സുപ്രീം കോടതി, ഹൈക്കോടതി, പിന്നെ കീഴ്ക്കോടതികൾ നോക്കി. ലോക് അദാലത്ത് ഇത്രയൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇത്രയും നന്നായിട്ട് വായിക്കുക എല്ലാവരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇത് കേട്ട് നോക്കുവാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.